പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മനോഹരമായ ദിവസത്തിൽ നമുക്ക് കർത്താവിൽ പൂർണ്ണമായിട്ടും ശരണപ്പെട്ട് നമ്മുടെ യഥാർത്ഥ ശത്രുവായ പിശാചിനോട് പോരാടുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. അതിൻ്റെ ആദ്യത്തെ സർവായുധവർഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. എഫെസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അരയ്ക്ക് സത്യം കെട്ടണം. കർത്താവിൽ പ്രിയരെ, ഒരു പടയാളി തൻ്റെ യുദ്ധക്കളത്തിൽ പൂർണ്ണമായ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതേസമയം ആയുധം ധരിക്കാതെ പോയാൽ അവൻ ആ യുദ്ധത്തിൽ മുറിവേൽക്കപ്പെടും. അതുപോലെ ചിലപ്പോൾ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകും. പക്ഷെങ്കിൽ ഇവിടെ കർത്താവ് നമ്മളോട് പറയുക, നമ്മുടെ പോരാട്ടം ശത്രുവായ പിശാചിനെതിരെയാണ്, മനുഷ്യർക്കെതിരെയല്ല, പിശാചിനെതിരെ ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്കതിനെ ജയിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ സർവായുധവർഗം നമ്മൾ ധരിച്ചു വേണം ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുവാൻ. അതിൻ്റെ ആദ്യത്തെ നമ്മുടെ സർവായുധവർഗമാണ് അരയ്ക്ക് സത്യം കെട്ടുക. സത്യസന്ധത നമ്മൾ ഒരിക്കലും കൈവിടില്ല. ഇൻ്റഗ്രിറ്റിയിൽ ജീവിക്കുക. അത് നമ്മൾ ഓഫീസിലായിരുന്നാലും, ട്രാഫിക് ബ്ലോക്കിലായിരുന്നാലും, പള്ളിയിലാണെങ്കിലും, ഭവനത്തിലാണെങ്കിലും, നമ്മളുടെ എല്ലാ മേഖലകളിലും കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട്. സത്യസന്ധത കൈവിടരുത്. എക്സാം നടക്കുന്നിടത്ത്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ, നമ്മൾ എവിടെ പോയാലും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരിക്കണം ഇൻ്റഗ്രിറ്റി അഥവാ സത്യസന്ധത. അപ്പോൾ ഈ സത്യസന്ധത എന്നത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ അരയ്ക്ക് കെട്ടി ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.